നാളെ നേരത്തെ എണ്ണീറ്റിരുന്ന് പഠിക്കണം. നേരത്തെ എന്ന് പറഞ്ഞാൽ 4 മണിക്ക്, പുലർച്ചെ 4 മണിക്ക് തന്നെ അലാറം വെച്ച് എഴുന്നേറ്റ് നല്ല ജില്ലെന്നിരുന്ന് പഠിക്കണം. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ രാത്രി കിടന്നുറങ്ങി രാവിലെ 4 മണിക്ക് അലാറം കേട്ടുണർന്നു. ഉണർന്നപ്പോൾ ആകെ ഒരു ക്ഷീണം. എന്നാൽ ഒരു കാര്യം ചെയ്യാം, 1 മണിക്കൂറോടൊന്ന് കിടന്ന് ഉറങ്ങാം. നല്ല ക്ഷീണമുണ്ട്. ക്ഷീണമൊക്കെ മാറ്റി ഉഷാറായിട്ട് 5 മണിക്ക് തന്നെ എഴുന്നേറ്റിരുന്ന് പഠിക്കാം. അങ്ങനെ ആ ഉറക്കം ഒരു 5 മണിക്കൂർ നീണ്ടുപോയി. 9 മണിയായപ്പോൾ ഉണർന്നു. അയ്യോ, സമയം 9 മണിയായല്ലോ. 10:30 കൂട്ടുകാരുമൊത്തൊരു ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്ന് അടിപൊളിയായിട്ട് പഠിക്കും. അങ്ങനെ ആ മീറ്റിംഗ് ഇങ്ങനെ കുശലമൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരമായപ്പോഴാണ് അയ്യോ, ഇന്നെന്റെ ഫേവറേറ്റ് ടീമിന്റെ മാച്ചുണ്ട്. ആ മാച്ച് ഒരിക്കലും എനിക്ക് ഒഴിച്ചുവിടാൻ പറ്റില്ല. ശരി, വൈകുന്നേരം കുറച്ചുകൂടി കഴിഞ്ഞ് പഠിക്കാം. അങ്ങനെ മാച്ചൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഇന്നിനിപ്പോ ഇത്രയും സമയമായില്ലേ, ഇനി നാളെ രാവിലെ എന്തായാലും എഴുന്നേറ്റ് പഠിക്കണം. വെയിറ്റ്, ഇത് തന്നെയല്ലേ നിങ്ങൾ ഇന്നലെയും പറഞ്ഞേ? ഇന്നലെയും ഇതേ സെന്റൻസ് തന്നെയല്ലേ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തേ? നിങ്ങൾ ഇങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയട്ടെ, ഐ എം റിയലി സോറി. നിങ്ങൾ വളരെ ലേസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ എയിം ചെയ്യുന്ന എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. 100% കഴിയില്ല. മക്കളെ, നിങ്ങളുടെ മുൻപിൽ എത്രയോ അവസരങ്ങൾ വന്നു കിടപ്പുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ വന്നു കിടക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഏതാണ്ട് 4000-ഓളം വേക്കൻസികൾ. അതേപോലെ കമ്പനി ബോർഡ് LGS ഏതാണ്ട് 3500+ വേക്കൻസികൾ. ദെൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, CPO, CEO, WCPO, ഫയർമാൻ, VFA, വെബ്കോ LD, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത എത്രയോ വേക്കൻസികൾ. ഒരു പക്ഷേ ഇനിയും 5 വർഷങ്ങൾക്കപ്പുറം വരാനിരിക്കുന്ന ഇത്രയും വലിയൊരു അവസരം ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ വന്നു നിൽക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ലേസി ആകാൻ പറ്റുക? ഞാനൊരു ജസ്റ്റ് ഒരു സിറ്റുവേഷൻ പറയാം, ഒന്ന് വെറുതെ കേട്ടു നോക്കിയേ. അതായത് രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ അധ്വാനിച്ചതിന് ശേഷം അമ്മ പറയുകയാണ്, മോനെ ഇനി എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വയ്യ, നീ വിശന്ന് കയറി കിടന്നുറങ്ങിക്കോ. നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? അമ്മ ചിലപ്പോൾ അങ്ങനെ വിശന്ന് കയറി കിടന്നിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ കിടക്കാൻ കഴിയുമോ? നിങ്ങളുടെ അപ്പൻ വന്ന് പറയുകയാണ്, ഇന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഇന്ന് ജോലിക്ക് പോകുന്നില്ല, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. നിങ്ങളൊരു ദിവസവേതന അടിസ്ഥാനത്തിൽ കുടുംബം മുന്നോട്ട് പോകുന്ന ഒരു വീടാണ് എങ്കിൽ നിങ്ങളുടെ അപ്പനോട് നിങ്ങൾ പറയില്ലേ, നിങ്ങൾ അധ്വാനിക്കാൻ പോയേ പറ്റൂ എന്ന്? കാരണം ആ ദിവസത്തെ പണമില്ല എങ്കിൽ നിങ്ങൾക്കുൾപ്പെടെ ആ വീട്ടിൽ ജീവിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അത്രയും വേദന സഹിച്ചും അമ്മ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്? എന്തുകൊണ്ടാണ് ഒട്ടും വയ്യാതിരുന്നിട്ടും അപ്പൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പോകുന്നത്? ആവശ്യമായതുകൊണ്ടാണ്. ആ പണമുണ്ടെങ്കിലേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. മക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പഠനം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച ഒരു ജോലി നേടാൻ, നാളെ ആരുടെ മുൻപിലും കൈനീട്ടാതിരിക്കാൻ വേണ്ടി, അടിപൊളി ഒരു ജീവിത സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, ഒരു നല്ല ജോലി നേടാൻ വേണ്ടി. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 6 മണിക്കൂറെങ്കിലും മാറ്റിവെക്കാൻ പറ്റില്ലെന്നാണോ? ഒരു 6 മണിക്കൂറെങ്കിലും അധ്വാനിക്കാൻ പറ്റില്ലെന്നാണോ? ഒരു 6 മണിക്കൂറെങ്കിലും സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ലെന്നാണോ? നിങ്ങളുടെ ജീവിതത്തിലെ 24 മണിക്കൂറിൽ വെറും 6 മണിക്കൂർ നിങ്ങളൊന്ന് കഷ്ടപ്പെടാൻ തയ്യാറായാൽ, ഒരു 6 മണിക്കൂർ നിങ്ങളുടെ അനാവശ്യ കാര്യങ്ങളൊന്ന് മാറ്റിവെക്കാൻ തയ്യാറായാൽ, ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായാൽ, വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ തയ്യാറാവും. 2026, 27 വർഷങ്ങളിൽ വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ എല്ലാം ആദ്യം നിങ്ങളുടെ പേരുണ്ടാകും. സംശയമുണ്ടോ? പറ്റുമെങ്കിൽ ഒരു ബെറ്റ് വെക്കുക. ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യും, ഞാൻ 6 മണിക്കൂർ എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് അധ്വാനിച്ചിരിക്കും. ആ അധ്വാനം എനിക്ക് 2026-ലും 2027-ലും വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റുകളിൽ കാണിക്കാൻ പറ്റും. ഒരു ചലഞ്ചായിട്ട് അടുത്ത നാളുകൾ നിങ്ങളൊന്ന് പഠിച്ചു നോക്കാം. ഇനി നിങ്ങൾ ഒട്ടും ഈ ഒരു പ്രോസസ്സിനോട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ പരീക്ഷ പഠിച്ച് ജയിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ലാത്ത ആളുകളാണെങ്കിൽ സ്കിപ്പ് ചെയ്തോ. ഈ വീഡിയോയും കാണണ്ട, നിങ്ങൾ ഇനി പഠിക്കാൻ വേണ്ട. കാരണം അങ്ങനെ പഠിച്ച് വെറുതെ സമയം കളഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. ഇനി നിങ്ങൾക്ക് ജോലി നേടണമെന്ന് ആഗ്രഹവുമുണ്ട്, എന്നാൽ പഠിക്കാനും വയ്യ, അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ആളുകളാണ് എങ്കിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മക്കളെ, അങ്ങനെ 2 വെള്ളത്തിൽ കാല് ചവിട്ടാതെ ഒരൊറ്റ വെള്ളത്തിൽ കാല് ചവിട്ടി നന്നായി ഒന്ന് അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പം ഞങ്ങളുടെ കൂടെ കൂടിക്കോ. സൂപ്പർ നോട്ട്സിന്റെ ഗോൾഡ് ബാച്ച് 2 പ്രധാനപ്പെട്ട സ്ട്രീമുകൾക്ക് വേണ്ടി നമ്മൾ ആരംഭിക്കുകയാണ്. ഒന്ന്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി അമൽ സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗോൾഡ് ബാച്ചും, ഫോഴ്സ് ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗോൾഡ് ബാച്ചും. ഈ 2 ഗോൾഡ് ബാച്ചിന്റെയും പ്രത്യേകത നിങ്ങളെ പോലെ മടിയന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ആത്മാർത്ഥമായി പഠിക്കാൻ ഒരാളുടെ സപ്പോർട്ട് കൂടിയേ തീരുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരാളുടെ സപ്പോർട്ടിലാണ് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു അടിപൊളി മെന്റർഷിപ്പ് ഞങ്ങൾക്ക് തരാനായിട്ട് പറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 8281223366 നമ്പറിലേക്ക് വിളിച്ചോടാം. മടിയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് മാറ്റി പഠിക്കാനുള്ള വഴി ഞങ്ങൾ പറഞ്ഞുതരാം. ഒരു സ്വപ്നവും വെറുതെ കളയണ്ട, നേടിയിട്ടേ അടങ്ങുള്ളൂ. നമുക്ക് ബാച്ചിൽ കാണാം.